നമസ്കാരം, ഞാൻ നിയുക്ത പ്രവീൺ. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നല്ല മറുപടി നൽകിയിരുന്നു. എന്നാൽ ഇതിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഉള്ളുകൊണ്ട് കരയുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് പഹൽഗാമിൽ ആക്രമണം അഴിച്ചുവിട്ട പാകിസ്ഥാന് ജയ് വിളിക്കുന്ന കോൺഗ്രസ് നേതാക്കളെ നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കരുതെന്ന് പോലും വാദിച്ചവർ അതിലുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെങ്കിലും ഉള്ളിൽ പാകിസ്ഥാന് വേണ്ടി കരയുന്ന കോൺഗ്രസ്സുകാരെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ ഇരിക്കാൻ BJPക്കാകില്ലല്ലോ. ആരും എതിർത്തില്ലെങ്കിലും രാജീവ് ചന്ദ്രശേഖർ അത് എതിർക്കും. കേരള BJPക്ക് ഒരു പുതിയ മുഖം തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെതിരെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അല്ല, സത്യം വിളിച്ചു പറയുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉള്ളടക്കം ഒന്ന് പറയാം. രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി കോൺഗ്രസ് ആണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. സമുദായത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുകയും പതിറ്റാണ്ടുകളായി അത് രാഷ്ട്രീയ തന്ത്രമാക്കുകയും ചെയ്യുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. ഹമാസിനെ പറ്റി പറയുന്നവരെ അവർ വർഗീയവാദിയാക്കും. പാകിസ്ഥാനെ വെള്ളപൂശുകയാണ് അവരുടെ നയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഹിറ്റ്ലറെ പോലെ നുണ പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണിത്. ജനങ്ങളെ വിഭജിക്കുന്ന നുണ പ്രചാരണമാണ് അവർ നടത്തുന്നത്. ഭരണഘടനയെ മാനിക്കുന്നുവെന്ന് അവകാശപ്പെടുകയും ഭരണഘടനാ വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. വോട്ട് ബാങ്കിന് വേണ്ടി അവർ എന്തും ചെയ്യും. മുനമ്പത്ത് പാവപ്പെട്ട കുടുംബാംഗങ്ങളെ കൈയൊഴിഞ്ഞ് വഖഫ് ഭേദഗതി ബില്ലിനെതിരെ അവർ നിലപാടെടുത്തു. മുസ്ലിം സമുദായത്തിന് ഗുണകരമാകുന്ന ഭേദഗതികളോടെയാണ് കേന്ദ്ര സർക്കാർ ബിൽ തയ്യാറാക്കിയത്. എന്നാൽ അതിനെതിരെയാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഉള്ളടക്കം. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ശ്രീരാമനെ അവഹേളിക്കുകയും ഹിന്ദു മതവികാരം വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. അത് ചെയ്യുന്നത് എന്തിന് എന്ന് നമുക്കറിയാം. വോട്ട് ബാങ്കിന് വേണ്ടി. സോറോസിന്റെ പണം വാങ്ങി ഇന്ത്യയെ ഒറ്റുന്ന രാഹുൽ ഗാന്ധിയുടെയും കൂട്ടരുടെയും കപട മതേതര മുഖം വലിച്ചു കീറുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.